ഇഷ്ടപ്പെട്ടോ ഇവിടം? രാവിലെ കുളിയൊക്കെ കഴിഞ്ഞായിരിക്കും. സൗകര്യങ്ങളൊക്കെ കുറവല്ലേ? എന്താവശ്യം ഉണ്ടെങ്കിലും ഈ വാലൊന്ന് തുറന്നാ മതി, ഞാൻ അവിടെ ഉണ്ട്. രാജമ്മേ, കുട്ടികൾക്ക് രാവിലത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും കൂടെ. മുട്ടയും ബ്രെഡും ഒക്കെ കാണില്ലേ? ഉണ്ട്. കൊച്ചമ്മയോടെ? സുഖമില്ലാ കിടക്കുകയാണോ? രാവിലെ വന്നിട്ട് കണ്ടില്ലല്ലോ. അമ്മയെവിടെ? എവിടാ മോനെ? രജനി, കോഫി ഹൗസിൽ കയറി എന്തെങ്കിലും കഴിച്ചോ ഉച്ചയ്ക്ക്? ഹലോ, അതെ. ആ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആ, രാജമ്മ പൊയ്ക്കോ. തുണി എന്തെങ്കിലും കഴുകിടാനുണ്ടെങ്കിൽ ഇന്ന് വേണ്ട. ആരാ വിളിച്ചത്? സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡയറക്ടറായിരുന്നു. ആ, സാർ, എന്താ? ഭാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സാറിനോട് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി. ആരെയാ? ഭാര്യ. സാർ, സാർ ലീവില്ലേ? സൈൻ ചെയ്തു പോയി സാർ. സൈൻ ചെയ്തു പോയെങ്കിൽ പോകണ്ട. ഓ, അകത്തുണ്ട്. ഹലോ. 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 ബാലേട്ടനോ? എന്താ ലീവ് എടുത്തോ? ഒരു ഗ്യാപ്പിന് വന്നതാ ഞാൻ. വേണി നമുക്ക് കൈമൾ സാർ ഒന്ന് പോയി കാണണ്ടേ? വേറെ ആരും ഇല്ല ഒന്ന് കൺസോൾ ചെയ്യാൻ. വേണേപ്പോ? അങ്ങേരെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു. ഇങ്ങോട്ട് വരുമ്പോ പുള്ളി കൂളായിട്ട് ഓഫീസിലേക്ക് പോകുമായിരുന്നു. ഇവിടെ എത്തി വിവരം പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങേര് ഒന്നും സംഭവിക്കാത്തതുപോലെ. റിയലി സർപ്രൈസിങ്. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു, ഉണ്ടോന്നറിയാൻ. സാർ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ അതേപ്പറ്റിയൊന്നും ചോദിച്ചില്ല. ഞാൻ അപ്പുറത്തിരിക്കാം. ആ, പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണേല് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങേരെ ആളൊരു മുരടനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. പക്ഷേ പാവാ. മേ ബി. പക്ഷെ ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? ഈ സിറ്റുവേഷനിൽ മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഐ തിങ്ക് ഷി വാസ് ഫ്രസ്ട്രേറ്റഡ് സെക്ഷുവലി. ഷീ നീഡഡ് എ സ്ട്രോങ് മാൻ. ദാറ്റ് ഇസ് വെരി ക്ലിയർ. ആ, ഗാന്ധിമതി അല്ലേ? ഞാനാ ആൽഫാൻ ഒമേഗ. ആ ഡിസൈൻ ശരിയായിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂർ കൂടി കഴിഞ്ഞ ആളെ വിട്ടാൽ മതി, കൊടുത്തയക്കാം. ഞാനൊരു 4-4:30 ആകുമ്പോൾ വീട്ടിലെത്തും. ശരി ബാലട്ട, ഞാൻ എത്തിക്കൊള്ളാം. ഹലോ, നന്നായിരിക്കും. ഇത്ര സംശയം എന്താ? ശരി, വെച്ചേക്കട്ടെ.
ഇതൊന്നും അയക്കേണ്ട ഫയലാ, ഒരു ഒപ്പിടണം. നാളെ അയക്കാം. ഞാൻ ഇറങ്ങുക. പണി 3:30 ആയുള്ളൂ. കൈമൾ സാർ എന്താ പതിവില്ല നേരത്തെ? പിയൂണും ഇല്ല, ടൈപ്പ് ചവിതിയിൽ വാ. നമ്മൾ കൂട്ടി പോകണമെന്നാ തോന്നുന്നത്. രജനി കുഞ്ഞെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അച്ഛാ, രാജമ്മ ഒന്ന് നിൽക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ. ഗോകുൽദാസ് ഗോസ്വാമി. നല്ലതേയില്ല, പക്ഷെ ക്യാമ്പയിൻ ഫെയിലായി. ഗോസ്വാമി ഗോസ്വാമി ആസാമി സ്റ്റീ തണ്ടടായ് എന്നായിരുന്നു പരസ്യം. പക്ഷെ ഏറ്റില്ല. ഇവിടെ കേരളത്തിൽ വിൽക്കാൻ പറ്റുമെന്ന് നോക്കാൻ കമ്പനിക്കാരൊരു സാമ്പിൾ പാക്കറ്റ് തന്നതാ. ഞാൻ അതിങ്ങി കൊണ്ടുപോന്നു. അല്ല, പോണ്ടേ? ഞാൻ വരുന്നില്ല ബാലേട്ട. അപ്പൊ പിന്നെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞത്? ഞാൻ അവിടെ ചെന്നിട്ട് എന്താക്കാനാ? ചിലപ്പോ എന്നെ കാണുമ്പോ സാറിന് ദേഷ്യം വന്നേക്കും. ഊഹിച്ചൂടെ? ഓ, അതൊന്നുമില്ല. സാറെന്താ നിന്നോട് ദേഷ്യപ്പെടുന്നേ? നീയാണോ കാരണം? അതുകൊണ്ടല്ല, സാറിന് ഈ അവസ്ഥയിൽ കാണാൻ വയ്യ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ടാ? ഞാനൊന്ന് കൈമൾ സാറിന്റെ വീട് വരെ പോകും. ഞാൻ അവിടെ നിന്ന് കയറിയാലോന്ന് ആലോചിച്ചതാ. സാറിന് ഒരു നോക്ക് കണ്ടു, കാർ തുടങ്ങിയായിരുന്നു. അപ്പൊ ശരി, ഞാൻ എന്നാ വിളിച്ചല്ലേ. ഓക്കെ ഓക്കെ. രജനിയുടെയും ഉണ്ണിയുടെയും ഇപ്പൊ കഴിയും. പിന്നെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇനി അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മയാണെങ്കിൽ മുമ്പേ പറയുന്നതാ അവരെ അവിടെ ചേർത്ത് പഠിപ്പിച്ചാൽ മതിയെന്ന്. സാറ് നാട്ടിൽ പോകുന്നില്ലേ? ബസ് കയറ്റി വിട്ട് അവർ പൊയ്ക്കോളും. ഞാൻ പിന്നെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാകുമ്പോൾ പോയാൽ മതിയല്ലോ. പോയാൽ ആ തോമസ് ആയിരിക്കും. അച്ഛനുണ്ടോ? ഉണ്ട്. ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്
അല്ലെങ്കിൽ രാവിലെ തന്നെ വരുമായിരുന്നു. ആദ്യം വിശ്വസിച്ചില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി ഇപ്പൊ അധികവും സംഭവിക്കുന്നു. എന്തായാലും വലിയ കഷ്ടമായി പോയി. കേട്ടപ്പോൾ ഒരു ഷോക്ക് അടിച്ചതുപോലെയായിരുന്നു. ഹോ, കുറെ നേരം ഞാൻ തരിച്ചിരുന്നു. ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഓരോരുത്തരുടെ ചോദ്യം. സാറുമായിട്ടും ഈ വീടുമായിട്ടും ഞാൻ നല്ല അടുപ്പത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാ. പോകുമ്പോ രാജമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ എങ്ങനെ അറിയാഞ്ഞാ? എല്ലായിടവും തൂത്ത് പാത്രങ്ങളും കഴുകി വല്ലതും നനയ്ക്കാഞ്ഞുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ഞാനങ്ങ് പോയില്ലേ. രാജമ്മ പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ. സുഖമല്ലയോ? കണ്ടാൽ ഇങ്ങനെ വല്ലോം തോന്നുവോ? ശുദ്ധ പാവം. എന്നാലും ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ. ഭയങ്കര സാമർഥ്യം തന്നെ, സമ്മതിക്കണം. പാവം. നമുക്ക് പോകാം. ആ, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. സാറ് ഒന്നുകൊണ്ടും വിഷമിക്കരുത്. പിന്നെ കാണാം. വാ. കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത്. സാർത്ത് പറഞ്ഞല്ലോ, അതർ പീപ്പിൾ ആർ ഹെൽ. അത് നേരാ. സങ്കടവും വിഷമവും അവമാനവും ഒക്കെ കാണാനാ മിക്ക ആളുകൾക്കും താല്പര്യം. അച്ഛാ, രാജമ്മ പോവാന്ന്. ആ, പൊയ്ക്കൊള്ളാൻ പറ. എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാനൊരു കാര്യമായി. ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ട് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഉദ്യോഗവും പദവിയും മാന്യതയും ഒക്കെ ഉണ്ടായിട്ടെന്താ? ഒരു കഴിവ് കെട്ടവൻ. സാറങ്ങനെ പറയുന്ന കേട്ടപ്പോ ശരിക്കും സങ്കടം തോന്നി. കരഞ്ഞു പോകുന്ന പോലും തോന്നി. മാന്യത പോകുന്നതാണ് സാറിന്റെ പ്രശ്നം. മാന്യതയ്ക്ക് അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു ഭാര്യയും വേണമല്ലോ. എല്ലാം ഇട്ടച്ചു പോയി സുശീല ചേച്ചിയുടെ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയുള്ള ജീവിതം കിട്ടാന്ന് ആർക്കറിയാം? എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ലേ ഉള്ളൂ. എല്ലാവരുടെ കണ്ണിലും തെറ്റുകാരി, പിഴച്ചവൾ. ഇങ്ങനെയൊന്നും ഉണ്ടാവരുതായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? ഉണ്ടായി കഴിഞ്ഞില്ലേ, ഇനി ആയതുപോലെ. ജീവിതം ഇത്ര നിസ്സാരാണോ? എന്തോ. ഒന്നുകൂടെ അവരെ ചെന്ന് കണ്ടാലോ? കണ്ടിട്ടോ? പറഞ്ഞു നോക്കാലോ. ഇനി അതിനൊന്നും പോകണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. കിടക്കുന്നില്ലേ? നീ ഉറങ്ങിക്കോ. ഗിരി അതാ അവിടെ. എന്താ? ഇതുവഴി പോകുമ്പോ ഒന്ന് കാണാന്ന് കരുതി, അത്രേ ഉള്ളൂ. സുഖവിവരം അറിയാനായിരിക്കും. സുഖമല്ലേ? താങ്ക്സ്. വാ. നേരെ പറഞ്ഞ എനിക്ക് മടുത്തു. മുമ്പത്തെ പോലൊക്കെ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ ഒരു സ്വൈരക്കേടായി. ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വീട്ടിൽ നിന്നും 10 വയസ്സ് ചാടി പോകുന്നവനാ ഞാൻ. പിന്നീട് ഒരിക്കലും അങ്ങോട്ട് മടങ്ങിയിട്ടില്ല. സ്നേഹിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. തീപ്പെട്ടി. സാറ് ഭക്ഷണം കഴിച്ച കാണില്ലല്ലോ. ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വായിപ്പിക്കാം. വേണേ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇറ്റ്സ് ഓക്കെ.
വിരുന്ന് വരുമ്പോഴേക്ക് ഊണ് കഴിഞ്ഞല്ലോ. പാത്രത്തിലൊരു കീഴത്തുണ്ടെങ്കിലും ബാക്കി കാണില്ലേ? അത് മതി. പേടിക്കണ്ട, ഞാൻ ഊണ് കഴിച്ചു. കയറിയിരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വേണി അവള് ഭയങ്കര ബിസിയാ, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല, കുറച്ച് കഴിയട്ടെ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഗിരിയെ ഞാനവിടെ കണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. വീട്ടില് വീടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമായിരുന്നു. സ്വന്തം സുഖത്തെ പറ്റി മാത്രമല്ലേ ആലോചിച്ചുള്ളൂ, മക്കളെ പറ്റി പോലും ഓർത്തില്ലല്ലോ. ബല, ക്ഷമിക്കണം, ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ. ഒരു കുടുംബത്തിന്റെ തകർച്ച കാണേണ്ടി വരുന്നുള്ള സങ്കടം കൊണ്ട്. നിങ്ങൾക്ക് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്ന് അറിഞ്ഞൂടെ? എനിക്കിപ്പോഴും പറയാനുള്ളത് നിങ്ങൾ തിരിച്ചു വരണമെന്നാ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും എന്ന് കരുതി തെറ്റുകളിൽ തന്നെ മുറുകെ പിടിച്ച് കഴിയണമെന്നില്ല. തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തുന്നതാണ് വിവേകം. തിരിച്ചു വരണം, എല്ലാം നേരെയാവും. ശാപം മാത്രമല്ല, മോക്ഷമുണ്ട്. മോക്ഷം ഇല്ല ബല, എനിക്ക് മോക്ഷമില്ല. മോള് വീട്ടിൽ ചെന്നിട്ട് ഈ പെട്ടി ഭദ്രമായി അമ്മൂമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം. വെക്കേഷൻ നാട്ടിൽ പോവല്ലേ? സാറും പോകുന്നുണ്ടോ? ഇല്ല. ബസ് കയറ്റി വിടുവായിരിക്കും. അതെ. ഇവർ തനിയെ പോവോ? എങ്ങനെ ഉണ്ടായിരുന്ന വീടായിരുന്നു? പുള്ളിക്കാരന്റെ വീട്ടിൽ അറിഞ്ഞു കാണത്തില്ലേ ഒരാഴമേ? പിന്നെ അറിയാതെ എല്ലാ കൊല്ലവും അമ്മയും മക്കളുമായിട്ടാ വെക്കേഷന് പോയിക്കൊണ്ടിരുന്നത്, അല്ലയോ? ആ, സാറ് പോവുകയല്ലേ, ഗേറ്റ് അടിക്കണം. ആ, വീട് അടച്ചിട്ട് പോണായിരിക്കും. അല്ല, സാറ് വന്നിട്ടേ പോകൂ. അത്രേ ഉള്ളോ? ആ. റോസമ്മേ, നമുക്ക് പോകാം. നീ കേറ്. ആ, സാറിന് ഓഫീസിൽ പോയില്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഇന്ന് അവധിയെടുത്തു, ഇപ്പൊ ഫ്രീ ആണ്. മക്കളെ നാട്ടിലേക്ക് അയച്ചു. ഒറ്റയ്ക്കായപ്പോ തോന്നി ഒന്ന് കറങ്ങിയാലെന്തെന്ന്. ബാലന് ഓർക്കെന്തെങ്കിലും ഉണ്ടോ?
ഒന്നുമില്ല, ഇത്തിരി റെഫറൻസ് ഉള്ളു. വാ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പല്ല, ഏകാന്തത. ഏകാകിയായിരിക്കുമ്പോഴേ ഒരാൾക്കത് മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്കിപ്പോ അറിയാം. എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് മനസ്സ് വിഷമിച്ചിട്ട് എന്താ? മറക്കണം, എല്ലാം മറക്കണം. അങ്ങനെയല്ല ബാല, അങ്ങനെയല്ല.